ഗുഡ് മോർണിംഗ് ഫ്രാൻസ്. റെയർ റൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വേറൊന്നുമില്ല, ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് വാൾപ്പാറയ്ക്കൊന്ന് പോകാനാണ്. ഇപ്പോൾ സമയം 6:30 ആകുമ്പോൾ പെട്ടെന്നുണ്ടായ പ്ലാനാണ് ഇന്ന്. ഇപ്പോൾ രാവിലെ എൻ്റെപ്പോൾ ഒരു ആഗ്രഹം ചുമ്മാ ഒന്ന് പോകാമെന്ന്. അപ്പോൾ അതിരമ്പള്ളി, ഷോളയാർ, മൾക്കപ്പാറ, വാൾപ്പാറ. അപ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണാം. പോവാം. ഒരു ട്രിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഈ പ്ലാൻ ചെയ്ത് പോയിട്ടാണെങ്കിൽ ഒന്നും നടക്കാൻ പോകില്ല. അങ്ങനെ രാവിലെ എനിക്ക് വണ്ടിയൊക്കെ കഴുകി നേരെ താക്കോലെടുത്ത് നേരെ നോർത്ത് പാലം കയറി എറണാകുളം. അപ്പം ഈ പാലം കയറുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഡയലോഗ് എനിക്ക് തോന്നി. നമ്മുടെ സലീം ചേട്ടൻ പറഞ്ഞ പോലത്തെ കൊച്ചി അങ്ങനെ നീണ്ടു നിറഞ്ഞ് കിടക്കുകയാണ്, ഒരു കാര്യമില്ലാണ്ട്. അങ്ങനെ ഈ ഡയലോഗ് ഓർത്ത് ചെറിയ ചിരിയൊക്കെ പാസ്സാക്കി ഞാൻ ഉറക്കപ്പിച്ചാണ് നേരെ കല്ലൂർപ്പള്ളി നമ്മുടെ അന്തോണിസിനെ കാണാൻ വേണ്ടി വണ്ടി നിർത്തി. അപ്പം എപ്പോൾ ട്രിപ്പ് പോയാലും പുണ്യാളനെയും കണ്ട് ഗീവസുണ്ണാളിനെയും കണ്ട് തിരികെത്തിച്ചല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യാറില്ല. പിന്നെ പുണ്യാളുടെ അടുത്ത് നമ്മൾ തിരികെത്തിച്ച് നേരെ ചായ കുടിക്കാൻ വേണ്ടി സ്പോട്ടിൽ നിർത്തി. പക്ഷേ ചായക്കട തുറക്കണേ ഉണ്ടായുള്ളൂ, അതുകൊണ്ട് ചായ കിട്ടിയില്ല. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ ആലുവപ്പാലം. ബ്ലോക്ക് ഉണ്ടാവുന്ന സ്ഥലമാണ്, പക്ഷേ വെളുപ്പിനെ കൊണ്ട് വലിയ ബ്ലോക്ക് ഉണ്ടായില്ല. അങ്ങനെ അവിടെ നിന്നൊക്കെ നമ്മൾ രക്ഷപ്പെട്ട് പോകുന്നതെന്ന് പറയാം. കാരണം ഇവിടെ പെട്ട് പോയിട്ടുണ്ടെങ്കിൽ എറണാകുളക്കാർക്ക് അറിയാം നമ്മൾ നിപ്പം ഉണ്ടാവുള്ളൂ. അങ്ങനെ ആലുവയും കടന്ന് ഏഴാറ്റുമുഖം റൂട്ടാണ് നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മലയാറ്റൂർ പ്ലാന്റേഷൻ വഴി പോകാം, നല്ല രസമുള്ള സ്പോട്ടാണത്. പക്ഷേ അത്യാവശ്യം ഇത്തിരി ചുറ്റലാണ്. അല്ലാതെ നേരെ നമുക്ക് ചാലക്കുടുമ്പ് നേരെ അയ്യൊടിച്ച് നമുക്ക് പോവാം അതിരമ്പള്ളി. അങ്ങനെ ഞങ്ങൾ ഏഴാറ്റുമുഖം റൂട്ട് കയറിയപ്പോൾ അത്യാവശ്യം നല്ലൊരു സീനറിയൊക്കെ ഉണ്ട്. വണ്ടി സ്ലോയിലാണ് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ കുറച്ച് നാൾക്ക് മുമ്പ് വന്നപ്പോൾ ഈ വഴിയൊക്കെ പൊളിച്ചിട്ടേക്കണമായിരുന്നു. അപ്പോൾ റോഡ് വലിയ കുഴപ്പമുണ്ടായാലും വിചാരിച്ചു. പക്ഷേ നേരെ അങ്ങ് പോയിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ റോഡ് ഈ സീനായിരുന്നു. വണ്ടി എടുത്തപ്പോൾ നമ്മുടെ ബോബിക്കുട്ടനെ കണ്ട്. ബോബിക്കുട്ടനായിട്ട് പേരാണ് സ്പോട്ടിൽ. ബോബിക്കുട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ബോബിക്കുട്ടൻ അവിടുത്തെ മെയിൻ കില്ലറാണ്. ബോബിക്കുട്ടൻ പറഞ്ഞു ബോബിക്കുട്ടൻ ആനയെ കണ്ടിട്ടുണ്ട്, ഇത് അവിടുത്തെ ചിൽ ഗൈ ആണ്. അങ്ങനെ ബോബിക്കുട്ടനടുത്ത് ടാറ്റയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നേരെ പോയി. ഇപ്പോൾ മെയിലായതുകൊണ്ട് അത്യാവശ്യം ചൂടുണ്ട്, പക്ഷേ വലിയ ചൂടെന്ന് പറയാനില്ല. രാവിലെ കൊണ്ട് വലിയ ചൂട് പറയാനില്ല, വെള്ളമൊക്കെ കുറവാണ്. അപ്പോൾ നേരെ ഞങ്ങൾ വണ്ടി ഓടിച്ച് അങ്ങനെ ചൂട് കുറച്ച് ഇപ്പോൾ AC ഇട്ടൊക്കെ കൊണ്ട് അങ്ങനെ ചൂട് അറിയില്ല. പക്ഷേ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി തുറക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെ ക്ലൈമറ്റ് ഇത്തിരി ഹോട്ടായിക്കൊണ്ട് ചൂടായി വഞ്ഞ്. പക്ഷേ റോഡ് ഞാൻ ഈ പറഞ്ഞ പോലെ കുറച്ച് മോശമാണ്. അപ്പോൾ ഈ പോണ വഴിക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ കണ്ട് ആർക്കൊന്നും പറ്റില്ല എന്ന് പ്രാർത്ഥിച്ച് അവിടുന്ന് വണ്ടി എടുത്തേ. കാരണം 800 ആണ് തോന്നാൻ, വണ്ടി ഇല്ലെന്ന് തന്നെ പറയാം. അവിടെ നിന്ന് നേരെ പോയി ഒരു കുഞ്ഞമ്പലം കണ്ട്. അപ്പം നല്ല ദേവിയാണെന്ന് തോന്നാൻ അവിടെ നിന്നും പ്രാർത്ഥിച്ച് നമ്മൾ നേരെ റൂട്ട് പിടിക്കണം. അപ്പോൾ ഈ റൂട്ടിൽ ആന ഇറങ്ങാനുള്ള റൂട്ടാണ്. അപ്പോൾ ചൂടുകാലം കൊണ്ട് നമുക്ക് ആന കാണാം. അപ്പോൾ ഈ മെയിനായിട്ട് ഞാനിപ്പോൾ പോണത് നമ്മുടെ കപാലിനെ കാണാൻ വേണ്ടിയാണ്. പക്ഷേ കപാലിനെ കാണണം എന്നൊരു ഇതില്ല പോകണം, എൻ്റെ റോമയ്ക്ക് കാണിക്കണം. അപ്പോൾ റോം പറഞ്ഞ് കപാലിനെ കണ്ടേ പറ്റുള്ളൂ, എൻ്റെ വൈഫ്. അങ്ങനെ കപാലിനെ കാണാൻ വേണ്ടി നേരെ പോകണതാണ്. അപ്പോൾ ഏഴാറ്റുമുഖം എത്തിയപ്പോൾ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത് കുളിക്കാനുള്ള സ്പോട്ടാണ്. പക്ഷെ നമ്മൾ കുളിക്കണമെന്നില്ല ആ സ്പോട്ടിലൊന്നും, വേറെ ഒന്നല്ല, ഇത്തിരി അപകടം പിടിച്ച സ്പോട്ടാണത്. അപ്പോൾ എല്ലാവരും ഇവിടെ ഫാമിലിയൊക്കെ ഒന്ന് എല്ലാവരും കുളിക്കാനും പിടിക്കാനൊക്കെ സ്ഥലമാണ്. പക്ഷേ കുളിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള സ്പോട്ടാണ്. കുറേ പേര് മരിച്ചിട്ടുള്ള സ്ഥലമാണ് ഏഴാറ്റുമുഖം. അപ്പോൾ നമ്മളുടെ ലൈഫ് വെറുതെ ഇട്ട് കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ അവിടെ നിന്നും പോയപ്പോഴാണ് ദീപന്മാരുടെ കുറച്ച് സീൻ കണ്ടത്. ദീപന്മാർ റോഡിൻ്റെ അടുക്ക് ഇങ്ങനെ നിൽക്കണതാണ്. അമ്മമാർ പറയണമെന്ന് വെച്ചെങ്കിൽ റോഡിന് മാറിത്തരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഓണക്കടിച്ച് നോക്കിയപ്പോഴും മാറാനുള്ള ലക്ഷണമൊന്നും കാണുന്നില്ല. ഒരു പേടിയില്ലാത്ത ടീമുകൾ. പക്ഷേ എനിക്ക് ഇവന്മാർ ഫ്രണ്ടിലേക്ക് അവന്മാരെ വലിയ സീനില്ല. പക്ഷേ സൈഡിലൊരുത്ത് നിൽക്കണ്ടായിരുന്നു, അത്യാവശ്യം കൊമ്പുള്ളൊരുത്തനായിരുന്നു അവൻ. അവൻ്റെ ഒരു സീൻ എന്ന് വെച്ചാൽ എൻ്റെ വണ്ടിക്കെട്ട് ഒരച്ചിലുണ്ടാകുമോ എന്നൊരു പേടി എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഓടിക്കും തോറും അവിടെ നിന്നൊക്കെ അവൻ ഫ്രണ്ടിൽ കയറി വന്നല്ലാതെ മാറുന്ന സിറ്റുവേഷൻ ഒന്നും കാണുന്നില്ല. പിന്നെ ഞാൻ ഓർത്ത് വണ്ടി പയ്യെ മുമ്പിലേക്ക് എടുത്ത് നോക്കാം. മുമ്പിലേക്ക് എടുത്ത് നോക്കി ചിലപ്പോൾ മാറാൻ ചാൻസ് ഉണ്ട്. അപ്പം നോക്കിയപ്പോൾ ഓക്കെ അവന്മാർ മാറണുണ്ട്. പിന്നെ നോക്കിയപ്പോൾ ഈ സൈഡിലേക്ക് അവൻ നൈസായിട്ട് അവൻ്റെ മോക്കം മാറി ഒരു പണി തരാനുള്ള ഒരു സിറ്റുവേഷൻ കണ്ട്. പക്ഷേ ഇവന്മാർ ഫ്രണ്ടിന് മാറിയപ്പോൾ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ നൈസായിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തിട്ട് നേരെ പിന്നെയും പോയി. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ പോയപ്പോൾ പിന്നെ വലിയ കട്ടറിട്ടുള്ള കളിയില്ല റോഡിൽ. ചിലയിടത്ത് മാത്രം റോഡ് നല്ലത്, ചിലയിടത്ത് മോശം നല്ലതുപോലെയാണ്.
അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് നേരെ അതിരമ്പള്ളി ഷോളയാറിലേക്ക്. അവിടെ നിന്നൊക്കെ നേരെ പോയി പ്ലാന്റേഷൻ റോഡ് പിടിക്കാമെന്ന് ചോദിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ ആ റോഡ് നല്ല റോഡാണ് പ്ലാന്റേഷൻ റോഡ്. പക്ഷേ ഇത്തിരി ചുറ്റലുകൊണ്ട് മാത്രമാണ് ആ റൂട്ട് പിടിക്കാൻ നല്ല രസമാണ് പ്ലാന്റേഷൻ റോഡ്. നമ്മൾ പ്ലാന്റേഷൻ റൂട്ടാണെങ്കിൽ നമുക്ക് ആ സൈഡിൽ നമ്മൾ വന്ന് കയറും, ഇവിടെ വെറ്റിലപ്പാറ ആ സൈഡിൽ വന്ന് കയറും നമ്മൾ. അങ്ങനെ ഇവിടെ നമ്മൾ ടേൺ വെച്ചപ്പോൾ ഇവിടെ ചായക്കട ഉണ്ടാവുമെന്ന് വിചാരിച്ചു. ചായക്കടയിൽ ഉണ്ടാവും അവിടെ, പക്ഷേ ഉണ്ടാവേണ്ടതാണ്. പക്ഷേ ഇപ്പോൾ വെളുപ്പിന് ആയതുകൊണ്ട് ചായക്കടയൊക്കെ പൂട്ടിയിരിക്കുകയാണ്. അങ്ങനെ ചായ കിട്ടാണ്ട് വളരെ ബുദ്ധിമുട്ടി. കാരണം രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ സൈഡിലും ആൾക്കാരൊക്കെ കുളിക്കാൻ വരുന്നത് കണ്ടല്ലോ കേട്ടോ, ഫാമിലീസൊക്കെ. പക്ഷേ ഇവിടെ എല്ലായിടത്തും ഡേഞ്ചറാണ്. ഇവിടെയും അത്യാവശ്യം ആൾക്കാരൊക്കെ പോയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടത്. കാരണം ഈ സ്പോട്ടും അത്യാവശ്യം മഴക്കാലത്തൊക്കെ വൺ സീനാണ് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇപ്പോൾ കുളിക്കാൻ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. കാരണം നമുക്ക് ഒരേ ജീവിതമുള്ളൂ, വെറുതെ അതിട്ട് വെറുതെ സീനാക്കണ്ട. അങ്ങനെ അവിടെ നിന്ന് നേരെ പോയപ്പോൾ നമ്മുടെ സിൽവർ സ്റ്റോം, പണ്ടത്തെ മെയിൻ സ്ഥലമാണ് സിൽവർ സ്റ്റോം. ഇപ്പോൾ എന്തോ ആൾക്കാരൊന്നും ഇല്ല, മീൻസ് അവിടെ ആരും വന്നിട്ടില്ല തോന്നുന്നു. കാര്യം വെളുപ്പിനായതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ല അവിടെ. സിൽവർ സ്റ്റോം വീഗലാൻഡൊക്കെ പഴയ ചെറുപ്പത്തിൽ നമ്മുടെയൊക്കെ ഇത് വരുന്നില്ല, ഞാൻ പോയിട്ടുള്ള ഇതുവരെയായിട്ട് വേറെ കാര്യം. അങ്ങനെ സിൽവർ സ്റ്റോം നോക്കുമ്പോൾ ആരുമില്ല, ഒരു സെക്യൂരിറ്റി ചേട്ടൻ മാത്രം ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ അപ്പുറത്ത് ചായ കുടിക്കാമെന്ന് വെച്ചപ്പോൾ അവിടെയും ചായ ഇല്ല. ചായ അവർ ഇതിൻ്റെ ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിർത്തിയൊന്നുമില്ല. നേരെ അവിടെ നിന്ന് ഞങ്ങൾ നൈസായിട്ട് പോയി. പിന്നെ അതിരമ്പള്ളി വാട്ടർഫോൾ എത്തി. അപ്പോൾ അവിടെ എന്തോ അടിയിൽ ഷൂട്ടിംഗ് നടക്കണ്ടായിരുന്നു. അവിടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടി ഞാൻ അടിയിൽ ഇറങ്ങിപ്പോകുന്നൊക്കെ നടപടിയാണ് കേസല്ല. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റ് പിടിച്ച്. ഇപ്പോൾ ചെക്ക് പോസ്റ്റിൽ പണ്ടത്തെ പോലെ വലിയ വള്ളിയൊന്നുമില്ല, നൈസായിട്ട് കയറ്റി വിട്ട്. പണ്ട് മുട്ടൻ ചെക്കിങ് കാര്യമൊക്കെയാണ്, വണ്ടി മൊത്തം എല്ലാവരും അവർ ഫുള്ള് അടിച്ചു പറക്കും. അത് വേറെ ഒന്നല്ല, പ്ലാസ്റ്റിക് ബോട്ടിൽസ്, മദ്യം, സിഗരറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ അവരതൊക്കെ മാറ്റിക്കളയും. പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പം എന്തോ ചെക്ക് ചെയ്തില്ല. പക്ഷേ നമ്മൾ സൂക്ഷിക്കണം. കാരണം ഇപ്പോൾ നമ്മൾ സ്മോക്കൊക്കെ ചെയ്ത് കാട്ടിലിട്ട് അവിടെ ഈ കാട്ടുതീ പടരാനുള്ള വളരെ ഇത് കൂടുതലാണ്, സാധ്യത കൂടുതലാണ്. കാരണം ചൂട് സമയമാണ്. അപ്പോൾ സ്മോക്കിങ്ങും ഈ പറഞ്ഞ പരിപാടിയൊക്കെ ഇട്ട് വരാതിരിക്കാൻ നല്ലത് കാട്ടിലേക്ക്. അവിടെ കുറച്ച് നേരം നമ്മൾ എക്സ്പ്ലോർ ചെയ്തു. അപ്പോൾ ഈ സ്ഥലം ആനയിറങ്ങുന്ന സ്ഥലമുണ്ട്. കാരണം ഞങ്ങൾ പണ്ട് രാത്രി കാലങ്ങളിൽ ചുമ്മാ അതിരമ്പള്ളി വരുമ്പോൾ ആനെ കണ്ടിട്ടുണ്ട് ഈ സ്പോട്ട്. അതായത് ഷോളയാർ ചെക്ക് പോസ്റ്റിന് മുമ്പ് ഞങ്ങൾ ആനെ കണ്ടിട്ടുള്ള സ്ഥലമാണ്. നോക്കാം, അത് കാണാനുള്ള കാര്യം വേറെ ഒന്നുമില്ല. ഇപ്പം ഈ വാഴച്ചാൽ ആ ഭാഗത്തേക്ക് ടൂറിസ്റ്റ് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഫുഡ് വേസ്റ്റ് അവിടെ ഇടും. അത് ഈ ആനിമൽസ് ഒന്ന് കഴിക്കാം. അത് മ്ലാവ്, മാനൊക്കെ വന്ന് കഴിക്കാൻ വേണ്ടി വരും. ഇപ്പോൾ ആനയും ഞാൻ കണ്ടിട്ടുണ്ട് വന്നത്. പക്ഷേ മെയിനായിട്ട് എനിക്ക് പറയാമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്ലാസ്റ്റിക് സാധനം ഇടുമ്പോൾ ഇതുങ്ങൾ വന്ന് ഇതും കൂടി കഴിക്കും പ്ലാസ്റ്റിക്. അങ്ങനെ കഴിക്കുമ്പോൾ അത് അതുങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. അപ്പം മെയിനായിട്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഫുഡ് വേസ്റ്റൊക്കെ ഇടുമ്പോൾ നമ്മുടെ എല്ലാവരും ചെയ്യണം കണ്ടല്ലേ, റോഡിനടുക്ക് നിർത്തിയിട്ട് റോഡ് സൈഡിൽ നിർത്തിയിട്ടൊക്കെ എല്ലാ ഫാമിലീസും കൂടി വന്ന് കുറേ പ്ലേറ്റ് വെച്ച് കഴിക്കണം. മിക്ക സമയത്ത് ഞാൻ കണ്ടുള്ള കേസാണത്. ഇങ്ങനെ പോകുമ്പോൾ കാട്ടിലൊക്കെ സ്പെഷ്യലി അവർക്ക് കാട്ടിൽ പോകുമ്പോൾ അവിടെ ആഞ്ഞിറങ്ങുന്ന സ്ഥലമാണെന്ന് അവർക്ക് പ്രത്യേകിച്ച് ഫാമിലീസിന് അങ്ങനെ ചിന്തപ്പാടൊന്നുമില്ല. ആ സ്പോട്ടിൽ ഫുഡ് കഴിക്കണം, അങ്ങനെ കഴിക്കും. അപ്പോൾ ഇതൊന്നും ചെയ്യാതിരിക്കുക. കാരണം അത് ആനിമൽസിനും ബുദ്ധിമുട്ടാണ്, അവർ വന്നാൽ നമ്മൾക്ക് ബുദ്ധിമുട്ടായി മാറും. കാരണം എപ്പോഴാണ് ഒറ്റാനും ഒക്കെ വന്ന് കയറുന്നത് പറയാൻ പറ്റില്ല. അപ്പോൾ കാട്ടിൽ ചെല്ലുമ്പോൾ അതിനായിട്ടുള്ള കുറച്ച് റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഫോളോ അപ്പ് ചെയ്യാം. അങ്ങനെ പോകണ വഴിക്ക് ഈ ഏർമാടം പണ്ടേയുള്ള ഏർമാടമാണ്, കുഞ്ഞ് ഏർമാടമാണ്. അങ്ങനെ നല്ല ഭംഗി. എനിക്ക് എപ്പോഴും അതിൻ്റെ ഉള്ളിൽ കയറണമുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ഉള്ളിൽ വണ്ടി എടുത്ത് കയറി അത് ശരിയല്ലല്ലോ. കാരണം ഞാൻ പറഞ്ഞ റൂൾസൊക്കെ ഇല്ലേ, ചിലപ്പോൾ അവിടെ വല്ല ആൾക്കാരൊക്കെ ഉണ്ടോ അതിൻ്റെ അത്. അപ്പം അമ്മ അതൊന്നും നോക്കാതെ നേരെ പോയപ്പോൾ ഒരു ബസ് നമ്മുടെ മുമ്പിൽ പെട്ട്. പിന്നെ ബസ്സിനെയൊക്കെ പയ്യെ ഓവർടേക്ക് ചെയ്ത് കബാലിനെ തേടിയുള്ള പോക്കാണ്. കബാലിന് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കാണുമെന്ന പ്രതീക്ഷയെല്ലാം പോകണം. കാരണം അവൻ ആ സ്പോട്ടിലുണ്ടാവുമെന്നാണ് മിക്കവരും പറഞ്ഞത്. ചൂട് കാലം കൊണ്ട് ആനകൾ പുറത്തുണ്ടാവും, മഴക്കാലത്താണ് കാടിനകത്ത്. അങ്ങനെ കബാലിനെ, പക്ഷേ കാര്യമുണ്ട്, കബാലി ആയാലും എന്ത് സാധനമാണെങ്കിലും നമുക്ക് കാണാനുള്ളൊരു ഭാഗ്യം വേണം നമുക്കെല്ലാവർക്കും. അങ്ങനെ ചുരം കയറി നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻ സെർച്ച് ഓഫ് കബാൽ എന്നുള്ള മൂഡ്. പക്ഷെ ഇതൊരു കബാലിനെ കണ്ടിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പോസൻ റോഡ് പക്ക റോഡ്. കാരണം ഈ അതിരമ്പള്ളി ഒട്ടിങ്ങാട് റോഡ് നല്ല കലക്കൻ റോഡ്. അത്യാവശ്യം വണ്ടിയിട്ട് പൊളിക്കാൻ പറ്റും, പക്ഷെ പൊളിക്കാതിരിക്കാൻ നല്ലത്. വണ്ടി ഇങ്ങനെ സ്പീഡിലൊക്കെ ഓടിച്ച് നമ്മൾ കാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചെങ്കിൽ നമ്മൾ നേരെ കയറുമ്പോൾ ഈ ആന വല്ലം വട്ടം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് നിൽക്കണ അതിൻ്റെ മേളിലായിരിക്കും. അപ്പോൾ മെയിനായിട്ടൊക്കെ കാട്ടിൽ കയറുമ്പോൾ അത്യാവശ്യം സ്പീഡ് കുറച്ച് നല്ല മൈൽഡായിട്ട് പോകണമായിരിക്കും നമുക്കും നല്ലത്, മൃഗങ്ങൾക്കും നല്ലത്, എല്ലാവർക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ പെടും. കാരണം ഇനി ഇടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നം, അതായത് പ്രശ്നം സംഭവിക്കുക വെച്ചെങ്കിൽ എല്ലാവരും ആനകളുടെ സൈഡിൽ നിൽക്കുള്ളൂ, നമ്മുടെ സൈഡിൽ നിൽക്കൂല. അതെങ്കിലും ഇങ്ങോട്ടൊന്ന് കയറിയാലും നമ്മൾ തന്നെ അനുഭവിക്കണം. അപ്പോൾ വളരെ മൈൽഡായിട്ട്
പോണേക്കും നമുക്ക് എല്ലാവർക്കും നല്ലത് കാടൊക്കെ ആസ്വദിച്ച്. അങ്ങനെ കാടൊക്കെ ആസ്വദിച്ച് പോയപ്പോൾ അത്യാവശ്യം കുഞ്ഞു പച്ചപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കബാലിനെ കാണാനില്ല. നോക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കബാലയുടെ എന്ന് വെച്ചിട്ട്. അങ്ങനെ കബാലിനെ കാണില്ല, കാരണം എൻ്റെ വൈഫിന് കബാലിനെ കാണുമെന്നല്ല ഒരു ട്രിപ്പ്. പക്ഷെ വേറെ ഒന്നല്ല, ഈ ഒറ്റാൻ്റെ മുമ്പിൽ കണ്ട് ഒറ്റാനയുടെ ഒരു അറ്റാക്കിങ് സീനൊക്കെ വരുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടിക്കോളും. അപ്പോൾ അത് ഒരിക്കലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്, കാരണം മൂന്നാറിൽ നമ്മുടെ പടയപ്പയുടെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം വാനയുടെ ചാർജിങ് എങ്ങനെയാണെന്ന്. അത് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവർക്കൊന്നും അതറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ കബാലിനെ കാണിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നെ മുമ്പേക്ക് പോയപ്പോൾ നല്ല വെള്ളച്ചാട്ടം. ഈ വെള്ളച്ചാട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചൂട് സമയവും ഈ മെയ് ആയപ്പോൾ ഇത്രയും ഫ്ലോ ഉണ്ട് വെള്ളത്തിന്. അപ്പോൾ ജൂണൊക്കെ ആകുമ്പോൾ നമുക്ക് ഊഹിക്കാം മഴക്കാലത്ത് എങ്ങനെയായിരിക്കും. അപ്പോൾ കബാലിനെ കണ്ടില്ലെങ്കിലും കബാലിൻ്റെ പിണ്ടം കണ്ട്. അങ്ങനെ പിണ്ടവും രസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആനച്ചൂരുണ്ട്, കാരണം വെച്ചാൽ ആനയുടെ സ്മെല്ല് അവിടെ ഉണ്ട്. അപ്പോൾ ഇവന്മാർ ഇവിടെയൊക്കെ നിൽക്കണുണ്ട്. ഇതിൻ്റെ മിക്കവാറും ഈറ്റക്കാടായതുകൊണ്ട് അവിടെയൊക്കെ നിൽക്കണുണ്ടോ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. അങ്ങനെ ഒരു സിംഹവാലം കുറേയൊക്കെ ഉണ്ട് ലാസ്റ്റ്. അങ്ങനെ അവൻ നല്ല ഹാപ്പിയായിട്ട് ചാടി രാവിലെ എല്ലാം കൊണ്ട് നല്ല ടോപ്പായിട്ട് നടക്കണം അവൻ. നേരെ വാൽപ്പാറത്ത് മുമ്പ് ഡാമെത്തി. പക്ഷേ ഡാമിൽ വെള്ളം കുറവാണ്. ചൂട് സമയം കൊണ്ട് അറിയാമല്ലോ, ഡാമിലൊട്ടും വെള്ളമില്ല. അത്യാവശ്യം ചൂട് തുടങ്ങി. ഞാൻ പുറത്തിറങ്ങിയപ്പോൾ നല്ല അത്യാവശ്യം ചൂടായി തുടങ്ങി. പോണ വഴിക്ക് നമ്മുടെ സ്പടികൻ ലോറി കണ്ടപ്പോൾ ഒന്ന് നിർത്തി ചവിട്ടിയിട്ട് ആ ലോറിയുടെ സീനൊന്നും എടുത്തതാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ കാർപ്പറ്റ് വിരിച്ച പോലത്തെ നമ്മുടെ തേയിലത്തോട്ട് ഇങ്ങനെ നിൽക്കണം ചേച്ചിമാരവിടെ നിന്ന് വർക്ക് ചെയ്യാനാണ്. പിന്നെ ഞാൻ ഓർത്ത് ഇനി ഞങ്ങട് വാൽപ്പാറ എത്തിയിട്ട് നേരെ ഡീസലടിച്ച് ബ്രെഡ് ഓംലേറ്റും കഴിച്ചിട്ട് പിന്നെ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഗ്രാസ് ഹിൽസിൽ പോകണമുണ്ട്, പക്ഷെ നടപടി ആയില്ല. നേരെ റിട്ടേൺ അടിച്ചേ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിലേക്ക് നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ മാത്രം അവസാനിക്കണുള്ളൂ, പക്ഷേ ട്രിപ്പ് തുടരും. അപ്പോൾ പ്ലീസ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്, കമൻറ്റ്, ലൈക്ക്. പിന്നെ ഞാൻ പറഞ്ഞ മറക്കണ്ട, സ്പ്രെഡ് ലവ്, ട്രാവൽ മോർ.